എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു സ്പൈ ത്രില്ലർ സിനിമയെ വെല്ലുന്ന ഒരു യഥാർത്ഥ കഥയാണ് കേൾക്കാൻ പോകുന്നത്. ഒന്ന് കണ്ണടച്ച് സങ്കല്പിച്ചു നോക്കൂ. ലക്ഷക്കണക്കിന് ആളുകൾ, തിരക്കേറിയ തെരുവുകൾ, ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ, അങ്ങനെ തിരക്കേറിയ ഒരു മഹാനഗരം. അവിടെ ആ നഗരത്തിലെ ഓരോ ചെറിയ ചലനവും ഒപ്പിയെടുക്കാൻ ആയിരക്കണക്കിന് കണ്ണുകൾ എപ്പോഴും തുറന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോ ചോദ്യം ഇതാണ്: ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു നഗരത്തിൽ നിന്ന് ഒരു പ്രേതത്തെ എങ്ങനെ കണ്ടെത്തും? അതായത് ആരുടെയും കണ്ണിൽ പെടാതെ ഒരു നിഴല് പോലെ മാത്രം നീങ്ങുന്ന ഒരാളെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏതൊരു ചാരസംഘടനയ്ക്കും ഇതൊരു ബാലികേറ മലയായിരുന്നു. ആ നഗരം ഇറാനിന്റെ ഹൃദയമായ ടെഹ്റാൻ ആയിരുന്നു. ഏകദേശം 90 ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന ഒരിടം. അതൊരു ഭരണസിരാകേന്ദ്രം മാത്രമല്ല, സങ്കീർണമായ വഴികളും ഒരുപാട് രഹസ്യങ്ങളും ഒളിപ്പിച്ചുവെച്ച ഒരു വലിയ കോട്ട കൂടിയായിരുന്നു. ഈ നഗരത്തിലെ ഓരോ തെരുവിനെയും പോകുന്ന ഓരോ വാഹനത്തെയും നിരീക്ഷിക്കാൻ ആയിരക്കണക്കിന് കണ്ണുകളുണ്ടായിരുന്നു. രാവും പകലും വ്യത്യാസമില്ലാതെ എല്ലാം കാണുന്ന ട്രാഫിക് ക്യാമറകൾ. നഗരത്തിന്റെ സുരക്ഷയ്ക്കും ഗതാഗത നിയന്ത്രണത്തിനുമായി വെച്ച ആ നിശ്ശബ്ദ കാവൽക്കാർ. പക്ഷേ ആ കണ്ണുകളിൽ ചിലത് ആ നഗരത്തിൻ്റെതായിരുന്നില്ല. ടെഹ്റാനു വേണ്ടി പ്രവർത്തിക്കുന്ന കണ്ണുകളായിരുന്നില്ല അവ. അതിനു പിന്നിൽ മറ്റാരോ ആയിരുന്നു. ടെഹ്റാൻ അറിയാതെ ആ നഗരത്തിന്റെ സ്വന്തം സുരക്ഷാ സംവിധാനം തന്നെ അവർക്കെതിരെ തിരിഞ്ഞ ആ ഞെട്ടിക്കുന്ന സത്യം ആരും അറിഞ്ഞതേയില്ല. അപ്പോ ഇതെങ്ങനെയാണ് അവർ സാധിച്ചത്? ഒരു നഗരത്തിന്റെ മുഴുവൻ കാഴ്ചയും എങ്ങനെയാണ് ശത്രുക്കൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്? ഇതൊരു സാധാരണ ഹാക്കിംഗ് ആയിരുന്നില്ല, അല്ലേ? അല്ല, മറിച്ച് വർഷങ്ങളെടുത്ത് വളരെ സൂക്ഷ്മമായി പ്ലാൻ ചെയ്ത ഒരു ഡിജിറ്റൽ യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. അവിശ്വസനീയമായ ക്ഷമയും കൃത്യമായ ആസൂത്രണവും അതിന് പിന്നിലുണ്ടായിരുന്നു. ഒന്നാമത്തെ വർഷം അവർ നഗരത്തിന്റെ നെറ്റ്വർക്കിലേക്ക് ഒരു ശബ്ദം പോലുമില്ലാതെ നുഴഞ്ഞു കയറി. ആരും അതറിഞ്ഞില്ല. മൂന്നാം വർഷമായപ്പോഴേക്കും ടെഹ്റാനിലെ ഡിജിറ്റൽ ലോകം ഏതാണ്ട് പൂർണ്ണമായും അവരുടെ കയ്യിലായി. അഞ്ചാം വർഷം ആ കിണി കൃത്യമായി ഒരുക്കി. ലക്ഷ്യം വരുന്നതും കാത്ത് ആ ഡിജിറ്റൽ ആയുധം നിശബ്ദമായി കാത്തിരുന്നു. ഈ സൈബർ ആക്രമണത്തിന്റെ ഓരോ ഘട്ടവും അതിവിദഗ്ധമായിരുന്നു. ആദ്യം ട്രാഫിക് ക്യാമറ ശൃംഖലയിലും മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകളിലും അവരാരും അറിയാതെ കടന്നു. പിന്നീട് ഒരു സൂചന പോലും കൊടുക്കാതെ നഗരത്തിലെ ആയിരക്കണക്കിന് ക്യാമറകളുടെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തു. അതിനുശേഷം ഈ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ രഹസ്യമായി എൻക്രിപ്റ്റ് ചെയ്ത് ഒരു ഗോസ്റ്റ് ചാനൽ വഴി ഇസ്രായേലി സെർവറുകളിലേക്ക് തത്സമയം അയച്ചുകൊണ്ടേയിരുന്നു. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം, ഒരു നഗരത്തെ മുഴുവൻ ഇങ്ങനെ രഹസ്യമായി നിരീക്ഷിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമല്ലേ? ഇത് ശരിയാണോ? പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഇത് തികച്ചും ന്യായമായൊരു നടപടിയായിരുന്നു. കാരണം അവർക്ക് അവരുടേതായ കാരണങ്ങൾ നിരത്താനുണ്ടായിരുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ തന്നെ അതിന് തെളിവാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം അമേരിക്കയെ നശിപ്പിക്കാൻ നോക്കുകയാണ്. കഴിഞ്ഞ 47 വർഷമായി അവർ അമേരിക്കയ്ക്കും ഇസ്രയേലിനും മരണം എന്ന് വിളിച്ചു പറയുന്നു. അപ്പോ അവർക്കിതൊരു നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു. അമേരിക്കയുടെ നിലപാടും ഏതാണ്ട് ഇതുതന്നെയായിരുന്നു. വരാനിരിക്കുന്ന ഒരു വലിയ അപകടം ഒഴിവാക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് അവരിതിനെ കണ്ടത്. ഇറാന് ഒരിക്കലും ആണവായുധം കിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഉറപ്പും കൊടുത്തിരുന്നു. മാർക്കോ റൂബിയോയും JD വാൻസും പോലുള്ള US ഒഫീഷ്യലുകൾ പറഞ്ഞത് ശത്രുക്കൾക്കെതിരെ എടുത്ത അനിവാര്യമായ ഒരു നടപടിയായിരുന്നു ഇത് എന്നാണ്. എന്നാൽ എല്ലാ കഥയ്ക്കും ഒരു മറുവശമുണ്ടാകുമല്ലോ, അല്ലേ? ഈ ന്യായീകരണങ്ങൾക്കെല്ലാം ഇറാൻ അതേ നാണയത്തിൽ തന്നെ ശക്തമായ മറുപടിയും കൊടുത്തു. അവർ ഈ ആക്രമണത്തെ കണ്ടത് തികച്ചും വ്യത്യസ്തമായൊരു രീതിയിലാണ്. അതോടെ ഒരു വാക്പോരിനും തുടക്കമായി. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാക്ഷിയുടെ പ്രതികരണം വളരെ മൂർച്ചയേറിയതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇറാനിയൻ ഭീഷണി എന്നൊന്ന് ശരിക്കും ഇല്ല, ഇസ്രയേലിനു വേണ്ടി അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് എടുത്തുചാടിയിരിക്കുകയാണ് എന്നാണ്. അതായത് അമേരിക്കയെ ഒരു കരുവായാണ് ഇറാൻ ഇതിൽ കാണുന്നത്. അദ്ദേഹം അവിടെ നിർത്തിയില്ല. ഒരു പടി കൂടി കടന്നു പറഞ്ഞു: അമേരിക്കക്കാരുടെയും ഇറാനികളുടെയും രക്തം ചിന്തുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേൽ അനുകൂലികൾക്കായിരിക്കും. ഇത് സംഘർഷം കൂടുതൽ ആളിക്കത്തിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു പ്രസ്താവനയായിരുന്നു. അപ്പോൾ ഇരുപക്ഷത്തെയും വാദങ്ങൾ ഇപ്പോൾ നമുക്ക് വ്യക്തമാണ്. ഒരു വശത്ത് ആണവായുധം നേടാൻ ശ്രമിക്കുന്ന ഒരു ശത്രുരാജ്യത്തിനെതിരായ അനിവാര്യമായ നടപടിയായി ഇതിനെ കാണുന്നു. എന്നാൽ മറുഭാഗത്ത് ഇസ്രായേൽ പ്രകോപിപ്പിച്ചുണ്ടാക്കിയ ഒരു കാരണവുമില്ലാത്ത ആക്രമണമായി ഇറാൻ ഇതിനെ ചിത്രീകരിക്കുന്നു. എന്നാൽ ടെഹ്റാനിലെ ഈ സംഭവം ഒരു പ്രാദേശിക സംഘർഷം മാത്രമല്ല,
ഇത് ആധുനിക യുദ്ധങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ സൂചനയാണ് നമുക്ക് നൽകുന്നത്. യുദ്ധം ഇനി നടക്കുന്നത് നമ്മൾ കാണുന്ന യുദ്ധക്കളങ്ങളിൽ മാത്രമല്ല, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ഡിജിറ്റൽ ലോകത്തുകൂടിയാണ്. ഇന്നത്തെ കാലത്തെ സംഘർഷങ്ങളിൽ ആദ്യത്തെ വെടിപൊട്ടുന്നത് തോക്കിൽ നിന്നല്ല, മറിച്ച് കീബോർഡിൽ നിന്നുള്ള കോഡുകളിൽ നിന്നാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും നിർണായകമായ കാര്യം. മിസൈലുകൾ ആകാശത്ത് പറക്കുന്നതിനു മുൻപ്, ബോംബുകൾ വർഷിക്കുന്നതിനു മുൻപ് ഡേറ്റയാണ് ശേഖരിക്കപ്പെടുന്നത്. വിവരങ്ങളാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ആയുധം. ഒരു കാര്യം ഓർക്കുക, നാളത്തെ യുദ്ധങ്ങൾ ജയിക്കാൻ പോകുന്നത് ബോംബുകൾ കൊണ്ടായിരിക്കില്ല, അത് ഡേറ്റ കൊണ്ടായിരിക്കും. ആരുടെ കയ്യിലാണോ കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ഉള്ളത്, അവരായിരിക്കും വിജയികൾ. ടെഹ്റാനിലെ ഈ സംഭവം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശകലനം. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.